ഹായ് ഗായ്സ്, എല്ലാവർക്കും ഡെവഡോജോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ടോപ്പിക്കാണ് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഗാർബേജ് കളക്ഷൻ എന്താണ് ഈ ഒരു ഫൈനലൈസ് മെത്തേഡ്, എന്താണ് ഈ ഫൈനലൈസ് മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഗാർബേജ് കളക്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം ഞാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ന്യൂ കീവേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പുതിയൊരു വേറൊരു ഒബ്ജക്റ്റും കൂടെ അതായത് അതേ വേരിയബിളിലേക്ക് ഞാനൊരു വേറൊരു ഒബ്ജക്റ്റ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഞാൻ ന്യൂ കീവേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മെമ്മറി സ്പേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് യൂസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അങ്ങനത്തെ അൺയൂസ്ഡ് ആയിട്ടുള്ള സ്പേസസ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അൺയൂസ്ഡ് ആയിട്ടുള്ള വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ആ പ്രോസസ്സാണ് ഗാർബേജ് കളക്ഷൻ. Okay, objects can be dynamically allocated using the new operator, which can be automatically deallocated using garbage collector. Okay, അതായത് നമ്മൾ എപ്പോൾ ഒരു ഡാറ്റ അസൈൻ ചെയ്താലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും അതെന്ത് ചെയ്യും, ഒരു ഹീപ്പ് ഏരിയയിലായിരിക്കും ഉണ്ടാവില്ല. ആ ഹീപ്പ് ഏരിയയിൽ ഞാൻ എന്ത് ചെയ്യും, കുറേ മെമ്മറീസ് ഞാൻ യൂസ് ചെയ്യും. ആ യൂസ് ചെയ്ത മെമ്മറീസിന് എന്ത് ചെയ്യും, ഒരു വേരിയബിൾ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വേരിയബിൾ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതേ വേരിയബിൾ ഞാൻ വേറൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള ആ ഹീപ്പ് ഏരിയ മെമ്മറി ഉണ്ടല്ലോ, അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ജാവ ദ ഗാർബേജ് കളക്ഷൻ ഈസ് ഓട്ടോമാറ്റിക്. അതായത് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇത് ഗാർബേജ് കളക്ഷൻ നടക്കും. നമുക്ക് വേണമെങ്കിൽ അത് പ്രിൻ്റ് ചെയ്തിട്ട് കാണിക്കാം എന്താണെന്ന് അത് ചെയ്യുന്നതെന്നല്ല. ഓക്കെ, പിന്നെ അൺറെഫറൻസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അങ്ങനത്തെ എല്ലാം എന്ത് ചെയ്യും, ഹീപ്പ് മെമ്മറിയിൽ നിന്ന് അൺഅലോക്കേറ്റ് ചെയ്തിട്ട് കളയും. An object is said to be unreachable if and only if it does not contain any reference to it. അതായത് അൺറീച്ചബിൾ ആയിട്ടുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ അൺറീച്ചബിൾ ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാവും, അത് റെഫറൻസ് ചെയ്യുന്നില്ലെങ്കിൽ അത് അൺറീച്ചബിൾ ആണ്. ഓക്കെ, an object is said to be eligible for garbage collection if and only if it is unreachable. അത് ഗാർബേജ് കളക്ഷന് എലിജിബിൾ ആണെങ്കിൽ അത് അൺറീച്ചബിൾ ആയിരിക്കണം. ഓക്കെ, അത് യൂസ് ഉണ്ടാവാൻ പാടില്ല, അത് എവിടെയെങ്കിലും അസൈൻ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ എല്ലാം കുറേ വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതെല്ലാം ഗാർബേജ് കളക്ഷന് എലിജിബിൾ ആണ്. ഇത് ഞാനൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞതാണ്. S1, S2, S3 എന്ന് പറഞ്ഞിട്ടുള്ള 3 വേരിയബിൾ നമുക്ക് പുറത്തുണ്ട്. ഹീപ്പ് മെമ്മറിയിൽ ഓൾറെഡി എന്തുണ്ട്, A=3, B=4 എന്ന് ഇനീഷ്യലി ഉണ്ടായിരുന്നു. ഓക്കെ, അതിനാരും പോയിന്റ് ഇപ്പോൾ ചെയ്യുന്നില്ല. S1 പോയിന്റ് ചെയ്യുന്നത് A=1ഉം A=1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, അതാണ് പ്രൊസീജിയർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അൺറെഫറൻസ് ചെയ്യാൻ, ഹൗ ക്യാൻ ആൻ ഒബ്ജക്റ്റ് ബി അൺറെഫറൻസ്ഡ്? 3 മെത്തേഡാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ബൈ നള്ളിങ് ദ റെഫറൻസ്, ബൈ അസൈനിങ് എ റെഫറൻസ് ടു അനദർ, ബൈ അനോണിമസ് ഒബ്ജക്റ്റ്, ഇങ്ങനെ 3. അതായത് ആദ്യം ഒന്നും കൂടി ഞാൻ പറയാം. ബൈ നള്ളിങ് ദ റെഫറൻസ്, ബൈ അസൈനിങ് ആൻ റെഫറൻസ് ടു അനദർ, ബൈ അനോണിമസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബൈ നള്ളിങ് ദ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഇത് എന്ന് പറഞ്ഞിട്ട് ന്യൂ എംപ്ലോയി ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ നള്ള് എന്ന് കൊടുത്തു. ഓക്കെ, അതൊരു മെത്തേഡ്, അതായത് നള്ള് ചെയ്യുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ റെഫറൻസ് മാറ്റി കൊടുക്കുക. 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആദ്യത്തെ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, രണ്ടാമത്തെ ഒബ്ജക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇനീഷ്യലി ആദ്യത്തേലുണ്ടായ സാധനം എന്ത് ചെയ്തു, അത് ഗാർബേജ് കളക്ഷന് എലിജിബിൾ ആയി. മൂന്നാമത്തത് വെറുതെ ഇങ്ങനെ ഒരു ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തു. അതും നമുക്ക് ഗാർബേജ് കളക്ഷന് യൂസ് ചെയ്യാം. ഇനി ഗാർബേജ് കളക്ഷന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് GC എന്ന് പറഞ്ഞിട്ട് ഗാർബേജ് കളക്ടർ. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് ഗാർബേജ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് ഫൈനലൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓവർ റൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, അതായത് ഇവിടെ കൊടുത്ത പോലെ ക്ലീനപ്പ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫൈനലൈസ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ദ ഗാർബേജ് കളക്ടർ ഓഫ് JVM കളക്ട്സ് ഓൺലി ദോസ് ഒബ്ജക്റ്റ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ബൈ ന്യൂ കീവേഡ്. അതായത് ന്യൂ കീവേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഏത് ചെയ്യൂ, ഗാർബേജ് കളക്ടർ ക്ലീൻ ചെയ്യും.
If we have created an object without new, we can use finalize method to perform cleanup processing. ഓക്കെ, ഇനി ന്യൂ ഉപയോഗിക്കാണ്ട് ഞാൻ വെറുതെ ഒരു വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലൈസ് ഉപയോഗിക്കാം. ഈ എക്സാമ്പിളിൽ തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ S1ഉം S2ഉം എന്ത് ചെയ്തു, ഒരു ഗാർബേജ് കളക്ഷൻ്റെ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്തു, അത് ന്യൂ കീവേഡ് വെച്ചിട്ട് ഞാൻ ഇനീഷ്യലൈസ് ചെയ്തു. S1 S2 ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് അത് നൾ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഗാർബേജ് കളക്ഷനെ വിളിച്ചു. അപ്പോൾ ഫൈനലൈസിൽ എന്തുണ്ട്, ഫൈനലൈസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലൈസ് എഴുതിയതിൻ്റെ ഉള്ളിലും ഞാൻ ഒബ്ജക്റ്റ് ഈസ് ഗാർബേജ് കളക്റ്റഡ് എന്ന് അങ്ങനെയാണ് അവിടെ കൊടുത്തിട്ടില്ല. അതായത് ഫോർ എക്സാമ്പിൾ അതിപ്പോൾ അങ്ങനെ എഴുതിയോണ്ട് അങ്ങനെ നമുക്ക് വായിക്കാം, ഒബ്ജക്റ്റ് ഈസ് ഗാർബേജ് കളക്റ്റഡ്. ഓക്കെ, എന്ത് ചെയ്തു, S1ഉം S2ഉം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഇവിടെ കാണാം, S1 എന്ന് പറയുന്നത് നള്ള് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, S2 എന്ന് പറയുന്നതും നള്ള് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്തു, ആ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വിളിക്കുന്ന സമയത്ത് ഈ ഫൈനലൈസിലത്തെ സാധനമാണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ S1 S2 ഇവിടെ നൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സെയിം നമുക്കിനി അതിൻ്റെ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ദിസ് കീവേഡ് ഉപയോഗിച്ചിട്ട് ഏത് ഒബ്ജക്റ്റാണ് ഡിലീറ്റ് ആയത് നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ S1 S2ഉം രണ്ടും 2 ഒബ്ജക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടും S1 S2 നമ്മൾ നൾ ചെയ്യുന്നുണ്ടല്ലോ, അത് രണ്ടും 2 ഒബ്ജക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ദിസ് വെച്ചിട്ട് നമുക്കത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. രണ്ടിൻ്റെയും ഹാഷ് കോഡ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫൈനലൈസും ഗാർബേജ് കളക്ഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.